എന്താ പറഞ്ഞേ? എന്നും ഒരുപോലത്തെ ഫിഷ് കറി വെച്ച് മടുത്തോ? എന്നും ഈ മുളക് കറി തന്നെയല്ലേ? ആലപ്പി ഫിഷ് കറി ട്രൈ ചെയ്തിട്ടുണ്ടോ? നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്. എല്ലാത്തിനും നല്ല കോംബോ ആണ് കേട്ടോ. എന്നാൽ പിന്നെ താമസമില്ലാതെ അരിയിൽ സെറ്റപ്പ് ആക്കിക്കോളൂ. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, അതുപോലെ കുറച്ച് തക്കാളി, പിന്നെ മാങ്ങ. മാങ്ങ ഇല്ലെന്നുണ്ടെങ്കിൽ കുടംപുള്ളി ആണെങ്കിലും ഉപയോഗിക്കാം, ഇനി വാളംപുള്ളി ആണെങ്കിലും ഉപയോഗിക്കാം. പിന്നെ മീൻചട്ടി അടുപ്പത്ത് വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ചൂടാക്കുക. ഉലുവ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും കുറച്ച് ആദ്യം ഞാൻ എപ്പോഴും ഇഞ്ചി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാറുണ്ട്. ഒന്ന് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേനും ആ കൂടെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതൊന്ന് മൂക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും അതിലേക്ക് ചെറിയുള്ളി ഇടുക. ഞാനിതാ ഇവിടെ സവോളയാണ് ഇടുന്നത്. നേരത്തെ ആരെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, എൻ്റെ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ സവോള ഇടുന്നത്. പക്ഷേ ചെറിയുള്ളിയാണ് ഇതിന് ഏറ്റവും നല്ല കോംബോ. അപ്പോൾ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് നല്ല പരുവത്തിൽ വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന വരെ വഴറ്റിയെടുക്കുക, സാധാരണ നമ്മൾ മീൻകറിക്ക് ചെയ്യുന്ന പോലെ തന്നെ. ഇനി ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർക്കാം. വളരെ ചുരുക്കം പൊടികൾ മാത്രമേ ഉള്ളൂ നമുക്ക് ചേർക്കാനായിട്ട്. എരിവുള്ള കുറച്ച് മുളക് പൊടി, അതായത് ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി, നല്ലൊരു കളർ കിട്ടാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും. പിന്നെ ഈ ഒരു കറിയിൽ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ചേർക്കും. വളരെ കുറച്ചേ ചേർക്കാവുള്ളൂ. അധികം ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുത്തിൽ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ കുറച്ച്, അതായത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതെല്ലാം മാറി വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുക. തക്കാളി ആഡ് ചെയ്ത് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തക്കാളി ശരിക്കും വഴന്ന് വരുന്ന പരുവത്തിലാക്കി എടുക്കുക. ഈ ഇട്ടിരിക്കുന്ന തക്കാളി കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. മാങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത് ആ മസാല എന്നെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇനി ഈ സമയത്ത് മാങ്ങ ഇല്ലെന്നുണ്ടെങ്കിൽ കുടംപുള്ളി ആണെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി. അതിനുശേഷം തേങ്ങാപ്പാലിൻ്റെ 2ാം പാല്, കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്ത് 2ാം പാല് ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് കയറി വരുമ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിനുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അയില വേണമെങ്കിൽ അയില ഉപയോഗിക്കാം. കഷ്ണം മീനായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. മത്തി വെച്ച് വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. മീനിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ, മീൻ വെന്ത് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് 1ാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യുക. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഒരു കടുക് വറയും കൂടെ ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് വറുത്ത് അതുപോലെ കുറച്ച് ചെറുള്ളി ഇട്ട് വഴറ്റി കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റി അതിൻ്റെ മേളിലൊന്ന് താളിച്ചും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ എന്താ നോക്കാമല്ലോ, ഞാൻ എന്താ ഇവിടെ കപ്പയാണ് എടുത്തേക്കുന്നത്. കപ്പയോ അപ്പോ ചോറോ എന്തിനാണെന്നുണ്ടെങ്കിലും ഇത് നല്ല കോംബോ ആണ്. പൊറോട്ടയ്ക്കൊക്കെ നല്ല അടിപൊളി ബെസ്റ്റ് കോംബോ ആണ്. ഏറ്റവും ഈസി ആയിട്ടുള്ള മീൻ കറിയല്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.